സ്വാഗതം. പാവം സിദ്ദീഖ് എന്തോരം കിനാവുകളായിരുന്നു തന്നെക്കുറിച്ചും തൻ്റെ മണ്ഡലത്തെക്കുറിച്ചും. ആന കൊടുത്താലും ആശ കൊടുക്കരുതായിരുന്നു. ഇന്നലകളിൽ വയനാടുകാരുടെ ജനതയുടെ കൂടെ നിലയുറപ്പിക്കാൻ സാധിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ ജനതയെ അഭിമുഖീകരിക്കുന്നത്. Now I am very happy to inform you that Rahul Gandhi will contest from Wayanad. കണ്ണു നട്ട് കാത്തിരുന്നിട്ടും എന്റെ കരളിന്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്? ഓ, കട്ടെടുത്തതാരാണ്? അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ഈ രാജ്യത്തിന്റെ ഭാവി പ്രധാനമന്ത്രിക്കും മത്സരിക്കാനുള്ളതായിരിക്കുന്ന ഒരാഗ്രഹം ഞങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ ആ ആഗ്രഹത്തിനനുസരിച്ച് തീരുമാനമുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ. അതിനേക്കാൾ വലിയ വാക്കില്ലല്ലോ. അങ്ങനെ ആവണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. ആർക്കും തോൽക്കാതെ പായും സൂര്യനെ സത്യം കാത്തിടാൻ കാവൽ കാപ്പവനെ. നിനക്കിപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? കുറേശ്ശെ. തെക്കേ ഇന്ത്യയിൽ മത്സരിക്കാനുള്ള ഒരു ചിന്ത ഉണ്ട് എന്നറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കേരളത്തിൽ മത്സരിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചത്. നൈസായിട്ടും ഒഴിവാക്കിക്കളഞ്ഞല്ലേ. സിദ്ദീഖ് കൂടി പുറത്തായതോടെ കേരളത്തിൽ കോൺഗ്രസിന്റേതായി മുസ്ലിം എംപിമാർ ആരും ഉണ്ടാവില്ല എന്ന് ഏതാണ്ട് ഉറപ്പ്. ലീഗിന്റെ പഴയ അഞ്ചാം മന്ത്രി തർക്കം ഉണ്ടായപ്പോൾ സന്തുലനം തെറ്റി കിളി പോയവർക്കൊന്നും ഇക്കാര്യത്തിൽ ആശേഷം പരിഭവമില്ല. സമുദായക്കാര്യം പറഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ മുസ്ലിങ്ങൾക്ക് ഒരു വെള്ളാപ്പള്ളിയോ സുകുമാരൻ നായരോ ഇല്ലതാനും. മുസ്ലിം നേതാക്കൾക്കാവട്ടെ വോട്ട് പതിച്ചു നൽകാനേ അറിയൂ. തിരിച്ചെന്തെങ്കിലും ചോദിക്കുന്നതൊക്കെ വലിയ അതപകേടാവും എന്നാണ് ആ പാവങ്ങളുടെ വിചാരം. ജനാധിപത്യ മതേതര മുന്നണിയാണ് ഇവിടെ വരേണ്ടത്. ഈ രാജ്യത്തിന്റെ ഭാവി ജനാധിപത്യ സംവിധാനങ്ങളിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന ഒരു വിഭാഗത്തിന്റെ, ഒരു സെക്യുലർ ചിന്താഗതിക്കാരുടെ കൈകളിൽ അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ എന്ന് ദുആയിരക്കുകയാണ്. ഇല്ലെങ്കിൽ ഇനി മുതൽ പള്ളികളിൽ നിന്ന് ബാങ്ക് കൊടുക്കണ്ട എന്നും ജമാഅത്തായി ഒരുമിച്ച് കൂടുന്ന സംവിധാനങ്ങൾ ഒരു ജുമുഅയോ ഇവിടെ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് നിർത്തേണ്ടി വരും. കോൺഗ്രസ് BJPക്കെതിരെ മത്സരിക്കുന്നത് തന്നെ മുസ്ലിങ്ങളോടുള്ള വലിയ ഔദാര്യമാണ് എന്നാണ് അവരുടെ തോന്നൽ. എന്തായാലും ഇക്കൂട്ടത്തിൽ സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം പ്രകടിപ്പിച്ചത് സമുദായം അടക്കി പിടിച്ച രോഷം തന്നെയാണ്. കോൺഗ്രസിൻ്റെ നിലപാടുകൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ വേണ്ടത്ര പ്രാതിനിധ്യം മുസ്ലിം ന്യൂനപക്ഷത്തിന് കൊടുക്കുന്നില്ല എന്നൊരു പരാതി എല്ലാവർക്കുമുണ്ട്. അതൊരു വസ്തുതയുമാണ്. മുസ്ലിം പ്രാതിനിധ്യം എന്ന നിലക്ക് കോൺഗ്രസിൻ്റെ ഭാഗത്തിൽ നിന്ന് നീതി ഉണ്ടാകുന്നു എന്ന് മുസ്ലിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കടമ കോൺഗ്രസിനുണ്ട്. രാജ്യത്തിനെ ഫാസിസത്തിൽ നിന്ന് രക്ഷിക്കലാണ് അവതാര ലക്ഷ്യം എന്ന് പറഞ്ഞു കേട്ടിരുന്ന രാഹുൽജി മരുന്നിന് പോലും ഫാസിസ്റ്റുകൾ ഇല്ലാത്ത വയനാടൻ ചുരം കയറി വന്നത് എന്തിനാണ് എന്ന ചോദ്യം പ്രസക്തം തന്നെ. ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധി ഇവിടെ ഏത് മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനും യാതൊരുവിധ ബേജാറുമില്ല, വെപ്രാളവുമില്ല. പക്ഷേ രാഹുൽ ഗാന്ധി കേരളത്തിൽ ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ഏറ്റുമുട്ടാനാണ് രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വരുന്നത്. കേരളത്തിൽ ഒരു മണ്ഡലവും BJPയുമായിട്ടുള്ളൊരു മത്സരം ഒരു മണ്ഡലത്തിലും BJPക്ക് ഒരു സീറ്റ് ഇത്തവണ കിട്ടാൻ പോകുന്നില്ല. അങ്ങനെയുള്ളൊരു കേരളം മത്സരത്തിൻ്റെ വേദിയായി തിരഞ്ഞെടുക്കണമെന്ന് രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ തോന്നി. CPMനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ തരംഗത്തിൽ രാജ്യത്ത് തങ്ങൾക്ക് ഇനി ആകെക്കൂടി ബാക്കിയുള്ള കേരളത്തിലെ ഈ ചെന്തുരുത്തുകൂടി കടലെടുക്കുമോ എന്ന വിഭ്രാന്തി സ്വാഭാവികം. നാടകീയ പ്രഖ്യാപനം ഉടൻ. പ്രധാന വാർത്തകൾ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കും. ഹൈക്കമാൻഡ് പ്രഖ്യാപനം അല്പസമയത്തിനകം. വയനാട്ടിൽ മത്സരിക്കാനുള്ള രാഹുലിന്റെ തീരുമാനം KPCCയെ അറിയിച്ചത് AK ആന്റണി. എന്തൊക്കെ മേളായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്ക് അപ്പോഴേ തോന്നി ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ആശങ്കയുമില്ല. ഇടതുപക്ഷത്തെ നേരിടാൻ ആര് വന്നാലും അതിനെ നേരിടാനുള്ള കരുത്ത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് വീരവാദം വേണോ?
ചുമ്മാ തങ്ങി എന്ന് തോറ്റാ പോരേന്ന്. CPM എന്ത് പറഞ്ഞാലും അവരെ താൻ വിമർശിക്കില്ല എന്നതാണ് രാഹുലിന്റെ നിലപാട്. അപ്പൊ പിന്നെ ആകെ ബാക്കിയാവുന്ന കൺഫ്യൂഷൻ ഇതാണ്. സത്യത്തിൽ ആർക്കെതിരെയാണ് രാഹുൽ കേരളത്തിൽ മത്സരിക്കുന്നത്? അപ്പോ എന്റെ ചോദ്യം ഇതാണ്, ആരാണ് ഞാൻ? ശനിദശയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം.